ഇന്നത്തെ ടോപ്പിക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം. ഇത് സാധാരണ 4 മാർക്കിന് ചോദിക്കുന്നതാ, പക്ഷെ കഴിഞ്ഞ വർഷം 10 മാർക്കിന് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഹെട്രോജീനിയസ് കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി. അതായത് അമിനോറിയ ആവാം. മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് അമിനോറിയ ആവാം, അല്ലെങ്കിൽ ഹൈപ്പോമിനോറിയ, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ആയിട്ട് മാറാം. പിന്നെ ഹൈപ്പർ ആൻഡ്രോജനിസം, അതായത് ആൻഡ്രോജൻ ലെവൽ കൂടിയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഹെർസുട്ടിസം, പിന്നെ ഹെവിനെസ് ഓഫ് ഓവറീസ്, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ ഒബീസിറ്റി ആൻഡ് പോളിസിസ്റ്റിക് ഓവറീസ്. അൾട്രാസോണോഗ്രഫി നോക്കുമ്പം ഓവറീസ് മൊത്തം ഈ കുരുപ്പുണ്ട്, എന്നുവെച്ചാൽ എന്താ പറയേണ്ടത്, ബബിൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ഇപ്പൊ ഒബീസിറ്റി ഒരു റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ മെലിഞ്ഞ കുട്ടികൾക്കും PCOS കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ പ്രിവലൻസ് എന്ന് പറയുന്നത് 6 to 10% ഗ്ലോബലി, 20% ഓഫ് കേസസ് സെക്കൻഡറി അമിനോറിയ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അപ് ടു 50% ഓഫ് കേസസ് എന്ന് പറയുന്നത് ഒളിഗോ ഒവുലേഷൻ, അതായത് 8 മാസം, ഇപ്പൊ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ 12 മാസം ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ 7 or 8 മാസമായിരിക്കും ഒരു കുട്ടിക്ക് ചിലപ്പോൾ പീരീഡ് ആകുന്നത്. അതാണ് ഒളിഗോ ഒവുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒളിഗോന്റെ അർത്ഥം തന്നെ സ്കാൻറ്റി ഓർ ഫ്യൂ. പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതിന്റെ പത്തോജൻസിസിലോട്ട് പോവുകയാണെങ്കിൽ ടെസ്റ്റിൽ ഭയങ്കര വാസ്റ്റ് ആയിട്ട് തന്നിരിക്കുക. ഇത് എന്താ പറയുക, ലക്ഷ്മി മാമിന്റെ സ്ലൈഡാണ്. ഇതിനകത്ത് 4 ഹെഡിങ്ങിൽ പറയുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹെഡിങ് എന്ന് വെച്ചാൽ അബ്നോർമൽ ഗൊണാഡോട്രോഫിൻ സെക്രീഷൻ. ഇതിനെന്ന് വെച്ചാൽ നമ്മളെ ഈ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺസ് പൾസറ്റൈൽ ഫ്രീക്വൻസിയിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കത്തില്ല, സ്റ്റിമുലസ് ചെല്ലുമ്പോൾ ഇത്ര തോതിലുള്ളത് റിലീസ് ചെയ്യപ്പെടും. അപ്പൊ ഇതിനകത്ത് അത് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ LH-നെ FSH-നെ ഫേവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പം LH-നെയാണ് അത് കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ LH-ന്റെ ലെവല് ഇതിനകത്ത് കൂടുതലായിരിക്കും. PCOS ഉള്ള കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ LH-ന്റെ ലെവല് കൂടുതലും FSH-ന്റെ ലെവല് കുറവുമായിരിക്കും. അപ്പൊ LH-ന്റെ ലെവല് കൂടുമ്പം ഈസ്ട്രോജന്റെ പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരിക്കും. അപ്പം എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ FSH-ന്റെ ലെവല് കുറയാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് എഫക്ട് മൂലവും കൂടെ കുറയും. എന്ന് വെച്ചാൽ ഈ LH കൂടിയിരിക്കുമ്പോൾ ഈസ്ട്രോജൻ ലെവൽ കൂടുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഈ ഫോളിക്കിൾസിൽ നിന്ന് ഇൻഹിബിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഈസ്ട്രോജന്റെ ലെവലും കൂടി നിൽക്കുന്ന ഇൻഹിബിനും കൂടെ ആകുമ്പോൾ FSH-നെ അങ്ങ് സപ്രസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ LH-ഉം FSH റേഷ്യോ നോക്കുമ്പോൾ LH ലെവൽ കൂടിയിരിക്കും, ഇപ്പൊ ഇൻക്രീസ്ഡ് ആവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അത്? ഹലോ ഹലോടാ, മനസ്സിലാവുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് അബ്നോർമൽ ആൻഡ്രോജൻ സെക്രീഷൻ, അതായത് ഹൈപ്പർ ആൻഡ്രോജനിസം. ഇതെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ആൻഡ്രോജൻ എന്താ പറയുക, ഫീമെയിൽ ബോഡി ആവട്ടെ മെയിൽ ബോഡി ആവട്ടെ ഒരു ചെറിയ തോതിൽ ഫീമെയിൽ ബോഡിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഫീമെയിൽ ബോഡിയിൽ എന്ന് വെച്ചാൽ ഓവറീസും അഡ്രിനൽ ഗ്ലാൻസും ആണ് റിലീസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓവറീസ് എന്ന് പറയുന്നത് തീക്ക സെൽസ്, LH ഹോർമോൺ ചെന്നിട്ട് തീക്ക സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്താണ് നമ്മുടെ ഈ ആൻഡ്രോജൻ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നേരത്തെ പറഞ്ഞല്ലോ LH ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ തീക്ക സെൽസിന് ഹൈപ്പർ സ്റ്റിമുലേഷൻ മൂലം ആൻഡ്രോജൻ സെക്രീഷൻ കൂടും ഓവറീസിൽ നിന്നും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊളസ്ട്രോളിൽ നിന്നും എന്താ പറയുന്നത് DHEA ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് ആൻഡ്രോജനിൽ നിന്നാണ് ഈസ്ട്രോജനും എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ആൻഡ്രോജൻ ടു ഈസ്ട്രോജൻ കൺവേർഷൻ അഫക്റ്റഡ് ആവും. അപ്പം ഡിഫക്റ്റീവ് ആരോമറ്റൈസേഷൻ ഓഫ് ആൻഡ്രോജൻ ടു ഈസ്ട്രോജൻ ഉണ്ടാവും. അതുമൂലം ആൻഡ്രോജൻ ലെവൽ കൂടി നിൽക്കും, ഈസ്ട്രോജൻ ലെവൽ ആ ഒരു പ്രോസസ്സിൽ കുറവായിരിക്കും. പക്ഷേ PCOS-ൽ ആൻഡ്രോജനും കൂടുന്നുണ്ട് ഈസ്ട്രോജനും കൂടുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ കൂടി നിൽക്കുന്ന ആൻഡ്രോജൻ പെരിഫറൽ കൺവേർഷൻ വഴി ഈസ്ട്രോജൻ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡ്രിനൽസിൽ നിന്നും ഈ PCOS ഉള്ള കുട്ടികൾക്ക് വരുമ്പോൾ തന്നെ ഡൗട്ട് അടിക്കുകയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് 3 ടെസ്റ്റിന് മെയിൻ ആയിട്ട് വിടും. ഒന്ന് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വിടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പ്രൊലാക്റ്റിൻ ലെവൽ ടെസ്റ്റ് ചെയ്യും. പിന്നെ TSH ലെവൽ. ഭൂരിഭാഗം കുട്ടികൾക്കും പ്രൊലാക്റ്റിൻ ലെവൽ കൂടുതലായിരിക്കും. ഈ പ്രൊലാക്റ്റിൻ ലെവൽ കൂടി നിൽക്കുന്നതുകൊണ്ട് അത് അഡ്രിനൽസിനെ ഫർദർ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ്രോജൻസ് കൂടുതലായിട്ട് റിലീസ് ചെയ്യപ്പെടും. അതാണ് അബ്നോർമൽ ആൻഡ്രോജൻ സെക്രീഷൻ. ഓക്കെ, സ്റ്റിമുലേഷൻ ഓഫ് ഓവറീസ് ആൻഡ് അഡ്രിനൽസ് അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അടുത്തത് അബ്നോർമൽ ഇൻസുലിൻ സെക്രീഷൻ ആൻഡ് ഇറ്റ്സ് ആക്ഷൻ. ഇവിടെ PCOS ഉള്ള കുട്ടികൾക്ക് ഭൂരിഭാഗം പേർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഹൈപ്പർ ഇൻസുലിനീമിയയും കൂടെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ,
അപ്പൊ ഈ ഹൈപ്പർ ഇൻസുലിനീമിയ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തീക്ക സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ്രോജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുകയാണെങ്കിൽ അത് ചെന്ന് വീണ്ടും തീക്ക സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ 1 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ചെന്ന് തീക്ക സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ്രോജന്റെ സെക്രേഷൻ കൂടും. പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ കൂടി നിൽക്കുകയാണെങ്കിൽ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിന്റെ ലെവൽ കുറയും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവറിൽ നിന്നാണ്. അതിന്റെ ലെവൽ കൂടി നിന്നാൽ ഫ്രീ ആൻഡ്രോജൻ ആൻഡ് ഈസ്ട്രോജൻ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കാതെ അത് ബ്ലഡിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിലാണ് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ആൻഡ്രോജൻ ലെവൽ കൂടുതലാണെങ്കിൽ ഹെവിനെസ് ഓഫ് വോയിസ് ഉണ്ടാകും, ഹെർസിറ്റിസം ഉണ്ടാകും, പിന്നെ ക്ലൈട്രോമെഗാലി അതുപോലത്തെ കാര്യങ്ങളുണ്ടാകും. ഓക്കെ. പിന്നെ ടെസ്റ്റിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ഫീച്ചേഴ്സ് സജസ്റ്റീവ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് BMI ഗ്രേറ്റർ ദാൻ 25 kg/m², പിന്നെ അക്കാൻഡോസിസ് നൈഗ്രൻസ്, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 0.85. അറിഞ്ഞിരിക്കാൻ പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് സജസ്റ്റീവ് ആണ്. ഇപ്പം ഒരു കുട്ടി ഇപ്പൊ BMI 30 ആയിട്ടൊക്കെ പറയണം, എന്തായാലും ആ കുട്ടിക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടി വരും, ഷുഗർ ലെവലൊക്കെ. ഓക്കെ. പിന്നെ ഉള്ളത് അബ്നോർമൽ ഒവേറിയൻ ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞതന്നെ ഇൻക്രീസ്ഡ് LH റിസപ്റ്റേഴ്സ്, അൾട്രേഷൻ സ്റ്റെറോയിഡോജെൻസിസ്, പിന്നെ ഇൻക്രീസ്ഡ് ആൻഡ്രോജൻ പ്രൊഡക്ഷൻ. ഇത്രയേ ഉള്ളൂ പത്തോജെൻസിസ്. മനസ്സിലായോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഓക്കെ. ഇനി അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി മെയിൻ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് അമിനോറിയ ഉണ്ടാവാം, പീരീഡേ ഇല്ല. പിന്നെ ഹൈപ്പോമിനോറിയ, പീരീഡ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. പിന്നെ ഹെവി ബ്ലീഡിങ് ആയിട്ട് വരും. പിന്നെ ചില കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഇന്റർമെൻസ്ട്രൽ പീരീഡ്, ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അത് ഇടയ്ക്ക് കാണൂല, ആ സമയത്ത് ജസ്റ്റ് സ്പോട്ടിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇറഗുലർ സൈക്കിൾസ് ആയിരിക്കും. പിന്നെ ഇൻഫെർട്ടിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഒർലിഗോ ഓവുലേഷൻ മൂലം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. പിന്നെ ഒബീസിറ്റി, അതൊരു റിസ്ക് ഫാക്ടറാണ്, അതൊരു കാരണമാണ്. പിന്നെ ഹൈപ്പർ ആൻഡ്രോജനിസം ഉണ്ടാകാം. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആക്നെ, മുഖം മൊത്തം മണൽ വാരിയിട്ടതുപോലെ ആയിരിക്കും കവിളൊക്കെ ഇരിക്കുന്നത്, ഫുൾ മുഖക്കുരുവായിരിക്കും. പിന്നെ താടിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് മുഖക്കുരുവാണ്, അതും ഭയങ്കര കാണുമ്പോൾ തന്നെ സങ്കടം വരും. എർസിറ്റിസം, അലോപേഷ്യ, പിന്നെ മെയിൽ പാറ്റേൺ ബാൾഡ്നെസ്, ഹെവിനെസ് ഓഫ് വോയിസ്, ക്ലൈട്രോമെഗാലി. പിന്നെ സെബോറിയ എന്ന് പറയുന്നത് ഒരു സ്കെയിലി പാച്ചസ്, അത് സ്കാൽപ്പിൽ കാണപ്പെടുന്നത് ഈ ആൻഡ്രോജൻ ലെവൽ കൂടിയിട്ട് ഫീമെയിൽസിന് സൈഡ് എഫക്റ്റ് ആയിട്ട്. ഓക്കെ. പിന്നെ അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ്, അതെന്ന് പറയുന്നത് ഒരു ഡാർക്ക് വെൽവെറ്റി പാച്ച് അറ്റ് ദ നേപ്പ് ഓഫ് നെക്ക്, കൂടുതലും നെക്കിലാണ് കാണപ്പെടുന്നത്. പിന്നെ അണ്ടർ ദ ബ്രസ്റ്റ് ആൻഡ് ആംപിറ്റ്സും കാണപ്പെടുന്നുണ്ട്. പിന്നെ മെറ്റബോളിക് സിൻഡ്രംസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, അബ്നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ്, ഡിസ്ലിപ്പിഡീമിയ. ഇതൊക്കെയാണ് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ. പിന്നെ ഡിപ്രഷൻ ഒക്കെ കാണിക്കും, ചിലർക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും ഈ കുട്ടികൾക്ക്. ഒരു നേരത്തെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നതാണ്, അങ്ങനെയായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ട്. പിന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിൻഡ്രോം ആണ് ഹെയർആൻ സിൻഡ്രോം. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ആൻഡ്രോജനിസം കാണും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്ന. ഓക്കെ. പിന്നെ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ചോദിക്കുകയാണെങ്കിൽ റോട്ടർഡാം ക്രൈറ്റീരിയ ആണ്. ഈ റോട്ടർഡാം ക്രൈറ്റീരിയയിൽ 3 എണ്ണം ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 പോസിറ്റീവായ PCOS എന്ന് പറയാം. ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ, അത് ഏതെങ്കിലും ഒന്ന് ക്ലിനിക്കലി പറയാണ് കുട്ടി കംപ്ലൈന്റ് പറയുന്നത്, അത് സജസ്റ്റീവ് ആണ്. അല്ലെങ്കിൽ ഇപ്പം ക്ലിനിക്കൽ ഓർ ബയോകെമിക്കൽ എവിഡൻസ് ഓഫ് ഹൈപ്പർ ആൻഡ്രോജനിസം, അത് ബയോകെമിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തിരി കൂടെ മനസ്സിലാവും. എന്തായാലും ക്ലിനിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ആൻഡ്രോജനിസത്തിൽ ആക്നെ കാണും, ഹെർസിറ്റിസം, അലോപേഷ്യ അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ പോളിസിസ്റ്റിക് ഓവറീസ് ഇൻ USG, അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ USG സ്കാനിൽ കാണാൻ പറ്റും. ഒരു മിനിറ്റ്, അതിപ്പോ പിന്നെ കാണിക്കും. ഓക്കെ. ഇനി ബയോകെമിക്കൽ, ഇത് ലാപ്രോസ്കോപ്പിക് വ്യൂ ആണ്, എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ബൾജിങ്, ബബിൾസ് കണക്കിരിക്കുന്നത്. പിന്നെ ബയോകെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പം അതിനകത്ത് നേരത്തെ പറഞ്ഞല്ലോ LHും FSHന്റെ കാര്യം, LH കൂടി നിൽക്കും, FSH കുറഞ്ഞു നിൽക്കും. അപ്പൊ LH to FSH റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3:1 ആയിരിക്കും, അതായത് LH നല്ല രീതിയിൽ കൂടിയിരിക്കും. പിന്നെ ഈ ഇതിനകത്തൊരു കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊളസ്ട്രോളിൽ നിന്നാണ് സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ കൊളസ്ട്രോളിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ടോ?
ഈ ഫ്ലോ ചാർട്ട് നോക്കിയത് ആദ്യം കൊളസ്ട്രോളിൽ നിന്നും പ്രൊഗ്നാനലോൺ ഉണ്ടാവുന്നത്, അതിൽ നിന്നും DHEA ഉണ്ടാവുന്നത്, അതിൽ നിന്ന് ആൻഡ്രോസ്റ്റെനിഡയോൺ ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് ടെസ്റ്റോസ്റ്ററോൺ, പിന്നെ ഈസ്ട്രോജന്റെ അതായത് എസ്ട്രോഡയൽ ഓർ ഈസ്ട്രോൺ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ സംഭവങ്ങൾ ഈ ഫ്ലോ ചാർട്ട് മനസ്സിലാക്കി വെച്ചാൽ ബയോകെമിക്കൽ ടെസ്റ്റ് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇതിനകത്ത് നോക്കിയാൽ മതി, എന്താ പറയുന്ന ഫ്രീ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുതലായിരിക്കും, എലിവേറ്റഡ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കാണും, എലിവേറ്റഡ് DHEA കാണും. നേരത്തെ ഫ്ലോ ചാർട്ട് ഓർത്ത് വെച്ചാൽ മതി, എലിവേറ്റഡ് DHEA, എലിവേറ്റഡ് ടെസ്റ്റോസ്റ്ററോൺ, പിന്നെ എലിവേറ്റഡ് എസ്ട്രാഡയോളും ഈസ്ട്രോൺ ലെവൽ കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് ഓർത്ത് വെച്ച് ഇത്രയെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ നേരത്തെ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് കുറവായിരിക്കും. അത് കുറവായത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടിയിരിക്കും. പിന്നെ റേസ്ഡ് പ്രൊലാക്റ്റിൻ ലെവൽ കാണും, പിന്നെ TSH ലെവൽ കൂടുതലായിരിക്കും, പിന്നെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഓർ ഗ്ലൂക്കോസ് ബൈ ഇൻസുലിൻ റേഷ്യോ ലെസ് ദാൻ 4.5 ആയിരിക്കും. നേരത്തെ പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണും, ഡിസ്ലിപ്പിഡീമിയ കാണും. ഓക്കെ, ബേസിക് ആയിട്ട് ഇപ്പൊ ലാബ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊലാക്റ്റിൻ ചെയ്യും, TSH ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് അറിയാൻ വേണ്ടി ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യും. എന്നിട്ട് ഇത് പ്രൊലാക്റ്റിനും TSH ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി അടുത്തത് USG. USGയിലെന്ന് വെച്ചാൽ ഒരു നെക്ലസ് പാറ്റേൺ ആയിരിക്കും കാണുന്നത്. അതായത് മോർ ദാൻ ഓർ ഈക്വൽ ടു 12 ഫോളിക്കിൾസ്, അതൊരു നെക്ലസ് കണക്കുള്ള പാറ്റേണിലെ അറേഞ്ച്മെന്റ് ഇതാ ഇതിനകത്ത്. ഓക്കെ, ഇതിനകത്ത് ഈച്ച് ഫോളിക്കിൾ 2 to 9 millimeter in diameter ആയിരിക്കും. അതുപോലെ തന്നെ ഒവേറിയൻ വോളിയം ഗ്രേറ്റർ ദാൻ 10 cm³ ആയിരിക്കും. ഓക്കെ, ഈ 3 കാര്യങ്ങൾ USG ഫൈൻഡിങ്സിൽ എഴുതിയിരിക്കണം. ഇതുവരെ മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ 2 ഹെഡിങ്ങിൽ പറയാം. ഫസ്റ്റ് മാനേജ്മെന്റ് ഓഫ് പ്രസന്റിംഗ് കംപ്ലൈന്റ്, ദെൻ പ്രിവെൻഷൻ ഓഫ് ലോങ് ടേം സീക്വൽ. അപ്പൊ മാനേജ്മെന്റ് ഓഫ് പ്രസന്റിംഗ് കംപ്ലൈന്റ്സിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് മെൻസ്ട്രുവൽ പ്രോബ്ലംസ്, ഹൈപ്പർ ആൻഡ്രോജനിസം ആൻഡ് ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, ഇതിനകത്ത് മെൻസ്ട്രുവൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ വേണ്ടി പ്രൊജസ്ട്രോജനിക് ഏജന്റ്സ് കൊടുക്കാം, അതുപോലെ തന്നെ കമ്പൈൻഡ് OCPs. ഇപ്പം OP-ലും ഒരു കുട്ടി ഇങ്ങനെ ആയിട്ട് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും കോമൺലി കൊടുക്കുന്നത് കമ്പൈൻഡ് OCP ആണ്. ഇപ്പൊ പ്രൊജസ്ട്രോജനിക് ഏജന്റ്സ് എന്ന് പറയുന്നത് MP ഉണ്ട്, അതായത് മെട്രോക്സി പ്രൊജസ്റ്ററോൺ അസറ്റേറ്റ്, NEA നോർ എത്തിഡ്രയോൺ അസറ്റേറ്റ്. ഓക്കെ, അതിന്റെ എന്താ പറയുന്ന ഡോസേജ് ഒക്കെ ടെസ്റ്റ് നോക്കിയാൽ ഞാൻ വായിച്ചെന്ന കുളവും. ഓക്കെ, കമ്പൈൻഡ് OCPയിൽ ഒരു കോമ്പിനേഷൻ, അതായത് ലോ ഡോസ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് കണ്ടെയ്നിങ് എത്തിനൈൽ എസ്ട്രാഡയോളും 3rd ജനറേഷൻ പ്രൊജസ്റ്റിൻ ഡിസോജെസ്ട്രോൾ. ഓക്കെ, ഇതിനകത്ത് ട്രേഡ് നെയിം ഒന്ന് ഓർത്ത് വെക്കണം, ഫെമിലോണും നോവിലോണും. ഓക്കെ, ഫെമിലോണും നോവിലോണും ടെസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ആന്റി ആൻഡ്രോജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആന്റി ആൻഡ്രോജൻസ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യത്തില്ല, OCPയുടെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ 35 മൈക്രോഗ്രാം എത്തിനൈൽ എസ്ട്രാഡയോളും 2 മില്ലിഗ്രാം സിപ്രോടെറോൺ അസറ്റേറ്റ്. പിന്നെ സ്പൈറനോലാക്ടോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ആണെങ്കിൽ ബേസിക്കലി ഈ OCP ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് ലോസ് മസ്റ്റ് ആണ്. കാരണം BMI ഒക്കെ നല്ല കൂടി നിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വെയിറ്റ് ലോസ് മസ്റ്റ് ആണ്. പിന്നെ വെയിറ്റ് ലോസ് വേണം, ഓവുലേഷൻ ഇൻഡക്ഷൻ വേണം, കാരണം അവർക്ക് മിക്കവാറും അനോവുലേഷൻ ആയിരിക്കും. അപ്പൊ ക്ലോമിഫിയം സിട്രേറ്റും ലിട്രസോളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിങ്, കാരണം വെച്ചാൽ ഓവറി മൊത്തം ഇങ്ങനെ സിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് റിമൂവ് ചെയ്തേ പറ്റൂ, ഡ്രില്ല് ചെയ്ത് കളഞ്ഞേ പറ്റൂ. ഇതാണ് ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിങ്. ഇനി അടുത്തത് പ്രിവെൻഷൻ ഓഫ് ലോങ് ടേം സീക്വൽ. ഇപ്പൊ ലോങ് ടേം സീക്വൽ എന്തൊക്കെയാണെന്ന് ആദ്യം അറിയണം. എന്ന് വെച്ചാൽ മെറ്റബോളിക് സിംറ്റംസ്, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ LHന്റെ ലെവൽ കൂടി നിൽക്കുന്നുണ്ട് തന്നെ ഈസ്ട്രജൻ ലെവൽ കൂടുതലായിരിക്കും. ഈസ്ട്രജൻ കൂടി നിൽക്കുന്നത് കൊണ്ട് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടാകും, അതുമൂലം എൻഡോമെട്രിയൽ കാർസിനോമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ. പിന്നെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ മിസ്കാരേജ് ഒക്കെ കൂടുതലാണ്. പിന്നെ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രം, അതാണ് OHSS. അതെന്ന് പറയുന്നത് ഇത് സ്റ്റിമുലേറ്റ് ചെയ്ത് എന്താ പറയുക, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒക്കെ കൂടുതലുണ്ടാവും. പക്ഷെ ഒന്നാമത് യൂട്രസ് വീക്കാണ്, കൂടുതൽ ഇതും കൂടെ കയറി വന്നാൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആയ മിസ്കാരേജസ് ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ പ്രീ എക്ലാംസിയ GDM. പിന്നെ ഉള്ളത് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി. നേരത്തെ പറഞ്ഞല്ലോ, മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഒബീസിറ്റി എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഫസ്റ്റ് ഡയറ്റും റെഗുലർ എക്സസൈസ്, അതായത് ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് മിനിമം എക്സസൈസ് ചെയ്തിരിക്കണം. ഒന്നീ നടക്കുക, അല്ലെങ്കിൽ ഓടുക, സ്കിപ്പിംഗ്, അതുപോലത്തെ കാര്യങ്ങൾ. എയറോബിക് ആണ് ബെറ്റർ. പിന്നെ ഇത് പറയണെന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് ലോസ് ഉണ്ടായാൽ തന്നെ എന്താ പറയുക, ഇത് റിവേഴ്സിബിൾ ആണ്. എന്നുവെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇതെന്ന് വെച്ചാൽ ഇൻസുലിൻ ലെവൽ കുറയും. ഇൻസുലിൻ ലെവൽ കുറയുമ്പോൾ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ കൂടും. അതുമൂലം ഫ്രീലി അവൈലബിൾ ആൻഡ്രോജൻ ലെവലും ഈസ്ട്രോജൻ ലെവലും കുറയും. അപ്പം ഇത് കൂടെ ബെനിഫിഷ്യൽ ആണ്. പിന്നെ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് ലൈക്ക് മെറ്റ്ഫോമിൻ കൊടുക്കണം, ഇൻസുലിൻ ലെവലൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. അത് ഹെൽപ്ഫുൾ ആണ്. ഇതിനകത്ത് ഡോസ് എന്ന് വെച്ചാൽ 1000 to 1500 milligram ഡെയിലി ഇൻ ഡിവൈഡഡ് ഡോസ്. പിന്നെ റെഗുലർ ഫോളോ അപ്പ് വേണം. ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇയർലി ഓറൽ GTT ചെയ്യണം. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ, PCOS പോസിറ്റീവ് ആയിട്ടുള്ള വിമൻ ലിപ്പിഡ് പ്രൊഫൈൽ എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഓറൽ GTT. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ് ഫോർ എൻഡോമെട്രിയൽ കാർസിനോമ മസ്റ്റ് ആണ്, കാരണം ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിന്റെ DD എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, പ്രൊലാക്റ്റിൻ ലെവൽ കൂടിയൊക്കെയാണ്. അപ്പൊ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ മിമിക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തൈറോയിഡ് ലെവൽ അഫക്റ്റഡ് ആണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ പീരിയഡ്സ് ഉണ്ടാവത്തില്ല, മിമിക് ചെയ്യാം. പിന്നെ കൺജനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസി ചെയ്യണമെങ്കിൽ ഹൈപ്പർ ആൻഡ്രോജനിസത്തിനെ മിമിക് ചെയ്ത് കാണിക്കാം. പിന്നെ ഒവേറിയൻ ആൻഡ് അഡ്രിനൽ ട്യൂമേഴ്സ് ആണെങ്കിൽ അതുപോലെ മിമിക് ചെയ്യാം, മറ്റേ കൺജനൈറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസി പോലെ, അല്ലെങ്കിൽ കുഷിംഗ് സിൻഡ്രോംസ്, അല്ലെങ്കിൽ ഡ്രഗ്സ് ലൈക്ക് ഡാനസോൾ. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ഹലോ. ഓക്കെ. Thank you. Thank you.